കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ വാങ്ങിയ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ട് തീരത്ത് കിടന്ന് നശിക്കുകയാണ്. അഴിമുഖ തീരത്ത് മണലടിഞ്ഞതോടെ 5 മാസമായി ബോട്ട് കടലിലിറങ്ങുന്നില്ല. മാസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്നതിനാൽ ബോട്ടിന് നേരിടുന്ന സാങ്കേതിക തകരാറും വെല്ലുവിളിയാണ്. 2023 മെയ് 5-നാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾ ബോട്ട് വാങ്ങുന്നത്. 40% കേന്ദ്രവിഹിതവും 30% സംസ്ഥാന വിഹിതത്തിനും പുറമെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 5% പലിശ നിരക്കിൽ ബാക്കി തുക കൂടി എടുത്താണ് ബോട്ട് വാങ്ങിയത്. പരമ്പരാഗത മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുക, ആഴക്കടൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു സർക്കാരുകളുടെ ലക്ഷ്യം. എന്നാൽ കപ്പൽ നീറ്റിലിറങ്ങി മാസങ്ങൾക്ക് പിന്നാലെ തന്നെ പ്രവർത്തനം മുടങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ ഹാർബറിലേക്ക് എത്തിച്ച ബോട്ട് പിന്നീട് മത്സ്യബന്ധനത്തിന് പോയില്ല. തീരത്ത് മണലടിഞ്ഞതിനാൽ വലിയ ബോട്ടിന് കടലിലേക്ക് പോകാൻ കഴിയാത്തതായിരുന്നു കാരണം. കഴിഞ്ഞ 5 മാസമായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നിരവധി സാങ്കേതിക തകരാറുകളാണ് ബോട്ടിനുണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനം നടത്താത്തതിനെ തുടർന്ന് വായ്പയെടുത്ത തുകയുടെ പ്രതിമാസ തിരിച്ചടവായ 5 ലക്ഷം രൂപ നൽകാനാകാതെ മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.